നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്? അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് നോക്കാം. മലപ്പുറത്തൊരു പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാജനും സൽമാനും കൊച്ചിയിൽ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സൽമാൻ അദ്ദേഹത്തിന്റെ സ്വന്തം കാറിലും രാജൻ ട്രെയിനിലും കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. സൽമാൻ എന്തായാലും രാജനേക്കാളും പെട്ടെന്ന് തന്നെ കൊച്ചിയിലോട്ട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ സൽമാന് നല്ല രീതിയിൽ ഡ്രൈവിംഗ് അറിയണം, റോഡ് അറിയണം, ട്രാഫിക് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, സേഫ്റ്റി നോക്കണം, ശരിയായ റൂട്ട് അറിയണം. ഇതെല്ലാം അറിയുമെന്നുണ്ടെങ്കിൽ സൽമാൻ രാജനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയിലോട്ട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന രാജൻ കൂളായിട്ട് ചെറിയൊരു ഉറക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിയിലെത്തുന്നു. സൽമാന്റെ കേസിൽ റിസ്ക് വളരെ കൂടുതലാണ്. അദ്ദേഹം ആക്സിഡന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെയാണ് ഷെയർ മാർക്കറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏകദേശം 5000-ൽ പരം കമ്പനീസ് ലിസ്റ്റഡ് ആയിട്ടുണ്ടാകും. അവിടെ ഇതിൽ ഏത് കമ്പനി സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണ്, പ്രൊമോട്ടേഴ്സിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഗൈഡൻസ് എന്താണ്, ബിസിനസ് മോഡൽ എന്താണ്, അതേപോലെ തന്നെ PE റേഷ്യോ, PB റേഷ്യോ, ROCE, ROE തുടങ്ങിയ ഒരുപാട് ഫൈനാൻഷ്യൽ റേഷ്യോകളും നിരവധി കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യേണ്ടതും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും. എന്നാൽ എല്ലാവർക്കും ഇതിനുള്ള സമയവും എക്സ്പെർട്ടൈസും ഉണ്ടാകണം എന്നില്ല. ഇവിടെയാണ് നമ്മൾ രാജന്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നത്. രാജൻ കംഫർട്ടബിൾ ആയിട്ട് ട്രെയിനിൽ ഇരുന്നാൽ മാത്രം മതി. സേഫ് ആയിട്ട് ഡെസ്റ്റിനേഷൻ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ട്രെയിൻ ഓടിക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അതുപോലെ തന്നെ അവരുടെ സ്ഥിരം റൂട്ടും ആയിരിക്കും അത്. ഇതുപോലെയാണ് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല, മാർക്കറ്റ് വളട്ടിലിറ്റി നോക്കേണ്ടതില്ല, ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കേണ്ടതില്ല. ഇതെല്ലാം നോക്കാൻ നമുക്ക് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടി നല്ല കമ്പനികൾ സെലക്ട് ചെയ്ത് വാങ്ങേണ്ട സമയത്ത് വാങ്ങി, വിൽക്കേണ്ട സമയത്ത് വിറ്റ് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്ത് നമുക്ക് തന്നെ തിരിച്ചു തരും. ഇതാണ് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്.